10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് 3 വർഷത്തെ അഫ്ദലുൽ ഉലമയ്ക്ക് ശേഷം 18ാം വയസ്സിൽ ബോംബെയിലേക്ക് വണ്ടി കയറി. 1 വർഷത്തെ ബോംബെ ജീവിതത്തിൽ പല ജോലികളും ചെയ്തു. ചുമട്ടുതൊഴിലാളിയായി, ഹോട്ടലിലെ പാചകക്കാരന്റെ സഹായിയായി, മുംബൈ തെരുവുകളിലൂടെ പഴങ്ങൾ വിറ്റ് നടന്നു. ആ ജീവിതത്തിൽ സ്കൂൾ കാലയളവിൽ പഠിച്ച ഹിന്ദി ഭാഷ സ്ഫുടമായി സംസാരിക്കാൻ പഠിച്ചു. നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന ഉപ്പയുടെ കത്ത് ലഭിച്ചതിനാൽ നാട്ടിലേക്ക് മടങ്ങിയെത്തി. 1974 കപ്പൽ മാർഗം ദുബായിലെത്തിയ VP സൈദാലിക്കുട്ടി ഹാജി തന്റെ പ്രവാസ ജീവിതം ആരംഭിച്ചു. 50 വർഷമായി പ്രവാസിയായ ഒരു മനുഷ്യനാണ് VP സൈദാലിക്കുട്ടി ഹാജി. കുറേ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും, കുറേ ആൾക്ക് പരിചയം ഉണ്ടാവില്ല. കഞ്ഞിപ്പുര സിൽവാൻ ടൈൽസ് ഗാലറി എന്നുള്ള പേരിലാണ് ഇപ്പോൾ നാട്ടിൽ കുറേ ഇവിടെ. അപ്പോൾ ഇപ്പോൾ മാർച്ച് 31 50 വർഷമാണ് പ്രവാസി ജീവിതം തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളും പ്രവാസി ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. 50 വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ വന്നതാണ്. അപ്പോൾ കുറേ കഥയൊക്കെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷെ എന്നാലും പ്രേക്ഷകരായ പുതിയ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ബിസിനസ് രംഗത്ത് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പകർത്താനൊക്കെ പറ്റിയ. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഹാജിയരുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം. ഹാജിയർ ഇപ്പോൾ ഒരു പ്രവാസിയായിട്ട് 50 വർഷമാവുകയാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഈ ഒരു 50 വർഷത്തെ കഥ ഇപ്പോൾ ആളുകൾക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ സിൽവാൻ സൈദാലിക്കുട്ടി ഹാജി സിൽവാൻ എന്നൊക്കെ ആളുകൾക്ക് അറിയുണ്ടാവുക. 50 വർഷമാകുമ്പോൾ ആ 50 വർഷത്തെ ഒരുപാട് കഥകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ 50 വർഷം പിറകിലേക്ക് നോക്കുമ്പോൾ കുറേ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ എന്നാണ് പ്രവാസം തുടങ്ങിയത്? അത് വിവരിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും, ചെറിയ ഷോട്ടിലൊന്നും തീരില്ല. കാരണം അനുഭവ ചരിത്രം മുഴുവൻ പറയണ്ടേ. ഞാനൊന്ന് ആദ്യമായിട്ട് യാത്ര പോയത് 1974 ഇതുപോലെ മാർച്ച് മാസത്തിൽ മാർച്ച് 31 തീയതിയാണ് അവിടെ ദുബായിൽ ഇറങ്ങിയത്. 1974 മാർച്ച് 31. ഈ മാർച്ച് 31 50 വർഷമായി. അപ്പം അന്നത്തെ യാത്ര എങ്ങനെ? യാത്ര ആദ്യമായിട്ട് നമ്മൾ ബോംബെ പോയിട്ട് ബോംബെ കപ്പലിലായിരുന്നു യാത്ര. MS അക്ബർ എന്ന കപ്പൽ 1600 പാസഞ്ചർ കപ്പലിലായിരുന്നു യാത്ര ചെയ്തത്. ദുബായ് വലിയ സീപോർട്ടൊന്നും ഇല്ല ആ കാലത്ത്. അങ്ങനെ കടലിൽ നമുക്ക് ഒരിട്ടോടും ചെറിയ ബോട്ടിലിറക്കി കൊണ്ടുവന്നു. അങ്ങനത്തെ സീപോർട്ടൊന്നും ഒന്നുമില്ല. ലക്ഷദ്വീപൊക്കെ പോണ മാതിരി പകുതിക്കൊന്ന് പോയിട്ട് പിന്നെ അവിടുന്ന് ബോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ അതിലധികം മലയാളികൾ തന്നെ ഉണ്ടായത്? ഇവിടെ കൂടുതൽ മലയാളിയാണ്. ഇന്ത്യക്കാരുടെ കുറച്ച് ഇന്ത്യക്കാരുടെ 1600 ഇന്ത്യക്കാരാണ്. ഭൂരിഭാഗം മലയാളികൾ എനിക്ക് തോന്നുന്നു. അന്ന് ഇപ്പോൾ വിമാനയാത്ര ഇല്ലേ ശരിക്കും? അതെനിക്കറിയില്ല. അന്ന് വിമാനയാത്ര ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ടിക്കറ്റിനൊക്കെ നോക്കിയിട്ട് ചെറിയ പൈസ അതിനുള്ളൂ. 4 ദിവസത്തിനോട് എത്തി. 27 മണിക്കാർ 34 രാവിലെ വൈകുന്നേരം അവിടെ എത്തി. അപ്പോൾ ആദ്യമായിട്ട് കപ്പലിലാണ് ദുബായിലെത്തുന്നത്. അപ്പം അത് ശരിക്കും നമ്മൾ മുൻകൂട്ടി ഒരു ജോലിക്കായിരുന്നു, അതോ ജോലി അന്വേഷിച്ച് വിസ കിട്ടി പോയതാണ്. അന്ന് ഈ പ്രൈവറ്റ് വിസ കിട്ടുമായിരുന്നു ആ കാലത്ത്. റാസിൽ കെമിൻ്റെ ബന്ധുക്കളെ ഒരു വിസ അയച്ചെന്ന് അങ്ങനെ പോയത്. അങ്ങനെ ഫസ്റ്റ് അവിടെ എത്തി നേരെ അബുദാബിയിലേക്കാണ് പോയത്. എൻ്റെ ഒരു മുത്തമ്മാൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു അബുദാബിയിൽ. അവന് മാത്രമേ പരിചയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നേരെ ഏപ്രിൽ 1 തീയതി രാവിലെ അബുദാബിയിലുള്ളത്. അപ്പോൾ അവിടെ കപ്പല് ദുബായിലാണെന്നുള്ളൂ. കപ്പലിൽ അപ്പോൾ ചെക്കിംഗ് ഒക്കെ എങ്ങനെ? ഇമിഗ്രേഷൻ ഓഫീസർമാർ കപ്പലിലേക്ക് അങ്ങോട്ട് വരികയായിരുന്നു. കപ്പലിൽ കയറിയായിരുന്നു. അവിടെ നമ്മൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പൊക്കെ അടിച്ചിരുന്നത്. അത് ഒരു രസകരമായ കഥ അജയ് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയില്ല. അതും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ. അതിപ്പോൾ പറയുകയാണെങ്കിൽ കപ്പൽ യാത്ര നല്ല രസമുള്ള യാത്രയാണ്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ പല നാട്ടുകളും എനിക്കായിരുന്നു തന്നെ കൂടി ഞങ്ങളുടെ കൂടി ഈ ഭാഗത്തുള്ള കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. അവരോട് ഹിന്ദിക്കാരൻ ഞാൻ കുറച്ച് മുമ്പ് ആദ്യം ബോംബെയിലുണ്ടായിരുന്നു. അതായത് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാനായിരുന്നു. അപ്പോൾ കപ്പലിൽ ജോലിക്കാർക്ക് ഹിന്ദി വരുന്നവരാ. ഒരിക്കലും ഭക്ഷണം വാങ്ങിക്കൊടുക്കും എല്ലാവരും ഞാനായിരുന്നു ട്രാൻസ്ലേഷൻ എല്ലാം ചെയ്ത് കൊടുത്തിരുന്നത്. ഞങ്ങൾ ഭക്ഷണം വാങ്ങാനും എന്തെങ്കിലും ചോദിക്കാനൊക്കെ എല്ലാവരും കൂടെ യാത്രക്കെല്ലാം മലയാളം മാത്രമേ അറിയുള്ളൂ. എനിക്ക് അത്യാവശ്യം ഹിന്ദി നന്നായിട്ട് അറിയാം. പിന്നെ കുറേ ഇംഗ്ലീഷും കുറേ അറബി കോളേജ് പഠിച്ച കുറേ അറബി എല്ലാം അറിയായിരുന്നു പോകുന്ന കാലത്ത്. പക്ഷേ യാത്ര അന്ന് കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് പുലർച്ചെ കപ്പൽ ലാൻഡ് ചെയ്തിട്ട് ആളുകൾ ഇറക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്യൂ നിൽക്കാൻ തുടങ്ങി. നമ്മൾക്ക് നേരെ മുമ്പ് തന്നെ ക്യൂ നിന്നത്. 7ാമത്തെ ആളെ മറ്റായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ കപ്പൽ എമിഗ്രേഷന് വേണ്ടി ക്യൂ നിൽക്കുക. അപ്പോൾ ആരും ഇറങ്ങിപ്പോകുന്നില്ല. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി കപ്പലിന് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നിട്ട്. ആരും പോകുന്നില്ല. ഈ 1600 ക്യൂ നിൽക്കല്ലേ. അപ്പോൾ ആരും ഇറങ്ങി പോകുന്നില്ല ഈ ക്യൂ നഷ്ടപ്പെടുന്നു വെച്ചിട്ട്. അത് കഴിഞ്ഞു ഭക്ഷണം വിശക്കുന്നു. അത് ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ ആർത്തിലെ കാലമുള്ളൂ. 19 വയസ്സിലായിട്ടുള്ളൂ. അന്ന് ഭക്ഷണമല്ലേ പോകുന്നത്. അപ്പോൾ കപ്പലാണ് അത്യാവശ്യം നല്ല ഭക്ഷണമായി. പരിപ്പേരും ദാലും എല്ലാം കിട്ടും. അത് കഴിഞ്ഞ് ഉച്ചക്ക് ഞാൻ പിന്നെ പേരോട് പറഞ്ഞു നിങ്ങൾ ലൈനിൽ നിന്നുള്ളൂ, ഇന്ന ഇറക്കാതെ കപ്പൽ തിരിച്ചു വേണമെങ്കിൽ പോയിക്കോട്ടെ.
അപ്പൊ രാവിലെ അവിടെ എത്തി ചായയും ഉച്ചച്ചോറൊക്കെ കപ്പലിൽ തന്നെ ഒക്കെ കപ്പലിലാണല്ലോ കാരണം ഇപ്പോഴും എമിറേഷൻ തുടങ്ങുന്നില്ല. അവർക്ക് എമിറേഷൻ ഡോർ തുറന്നെങ്കിൽ എമിറേഷനിൽ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ 5 മണിക്ക് നങ്കൂരിൻ്റെ കപ്പലിൽ അപ്പം തുടങ്ങിയ ആൾക്കാർ ക്യൂ നിൽക്കുക. 5 മണിക്ക് ക്യൂ നിൽക്കുക തുടങ്ങിയ ആൾക്കാർ 8 മണി 10 മണി ആരും അനങ്ങുന്നില്ല, ക്യൂ നിൽക്കല്ല. നമ്മൾ നന്ന മുന്നിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പിള്ളേരോട്, എനിക്കിവിടെ വിഷമിട്ട് വയ്യ, കപ്പലിൽ ഇറക്കാതെ പോയി നാട്ടുകാരെ തിരിച്ചു കൊണ്ടുപോകുള്ളൂ, വേറെ കൊണ്ടുപോകലല്ലോ, ഇന്ത്യയിൽ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യൂന്ന് പോയി ഭക്ഷണം കഴിച്ചു, കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞു പോയി. ഉച്ചഭക്ഷണം കഴിച്ചു, ലഞ്ചും കഴിച്ചു. അല്ല, ലൈനിൽ പോയി, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം ഈ ജോലിക്കാരൊക്കെ എന്ന് പറയുക ഹിന്ദിക്കാരും മലയാളീസൊക്കെയാണ് കൂടുതൽ. കന്നഡ, ഈ തമിഴ്, നമ്മളെ കാസർഗോഡ് ഭാഗത്തുള്ള മലയാളിസുണ്ട്. അവരൊക്കെ പലവരും ഇങ്ങനെ പറഞ്ഞേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിലെന്തോ ഒരു പന്തി കൊണ്ടുവന്നിട്ട് ഞാൻ ഒഴുക്ക് പോയി നോക്കുമ്പോൾ ഒരു പോലീസുകാർ നിൽക്കുന്നുണ്ട്. പോലീസുകാർ സവൂർ ഷോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒന്ന് തോക്ക് പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ പോയി എൻ്റെ പാസ്പോർട്ട് സീലോട് ഞാൻ 3 മണിയായപ്പോഴേക്ക് പുറത്തിറങ്ങി ബോട്ടിൽ പോയിട്ട്. പിന്നെ ഇവരെൻ്റെ കൂടുതലും വരുന്നത് വൈകിട്ട് രാത്രി 7 മണി 8 മണിയൊക്കെ ഓരോരുത്തരൊക്കെ വരുന്നത്. അപ്പോഴാണ് ക്യൂ എന്നുള്ള ആൾക്കാർ തുടങ്ങിയത്. അതുവരെ ഇങ്ങനെ റെക്കമെൻഡ് വരുന്ന ആൾക്കാർ വാസ്താന്ന് പറയുന്നത് ഇറങ്ങി. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. പിന്നെ പിറ്റേ അന്ന് രാത്രി അവിടുന്ന് നമ്മൾ കൊള്ളാൻ കാർ വിളിച്ച് നേരെ അബുദാബി. അന്നത്തെ സിംഗിൾ റോഡേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ റോഡ്. നമ്മളിപ്പോഴത്തെ കാടാമ റോഡിൽ റോഡേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ റോഡായിരുന്നു. പിന്നെ ബിസിനസ് എന്നുള്ളൊരു ഞാൻ ചെന്നു ഒരു 10 കൊല്ലം ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അന്ന് ഞാൻ കിട്ടിയ ജോലി ഇലക്ട്രിക്കലായിരുന്നു. ഞാൻ കുറച്ച് ഇലക്ട്രിക്കൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ കിട്ടിയ ജോലി, ഇലക്ട്രീഷ്യൻ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. പിന്നെ ഇലക്ട്രീഷ്യനായി. പിന്നെ അങ്ങനെ ഉയർന്നു വന്നു. പിന്നെ ഒരു 79 അബുദാബി തന്നെ അന്നൊരു വലിയ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ഞാൻ. പിന്നെ കമ്പനി 79 പിന്നെ കമ്പനി ജോർഡാനിൽ കൊണ്ടുപോയി. അവർക്ക് ജോർഡാൻ പ്രൊജക്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയി. 79 ഇറാഖിലുണ്ടായിരുന്നു ഒരു പ്രൊജക്ട് നോക്കാൻ വേണ്ടിയിട്ട്. 3 കൊല്ലത്തോളം ഇറാഖിൽ കുറച്ച് ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രൊജക്ടിന് സൂപ്പർവിഷൻ കമ്പനി കൊണ്ടുപോയത്. സിറിയയിലുണ്ടായിരുന്ന സമയത്ത് കമ്പനിയുടെ പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അത് 10 വർഷത്തിനുള്ളിൽ അതിനിടയ്ക്ക് 3 വർഷം ജോർഡാനിലുണ്ടായിരുന്നു, അമ്മാനിൽ. നമ്മൾ അൽക്കഫിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അത് നമുക്ക് നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അൽക്കഫിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു. ഇന്നത്തെ പ്രാധാന്യം ഒന്നും കേൾപ്പിച്ചില്ല. നമ്മൾ ഇപ്പം പിന്നെ കുറേ യാത്ര കൂടെ പോയപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലായത്. അൽക്കഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ പോകുന്നല്ലാതെ എൻ്റെ പ്രാധാന്യം നമുക്ക് അറിയില്ലായിരുന്നു പറയണമെങ്കിൽ. ഇനി അങ്ങനെ പിന്നെ അവിടെ തിരിച്ചു വന്നിട്ട് 10 കൊല്ലം ആയപ്പോൾ ഞാൻ 84 ആ കമ്പനിയിൽ നിന്ന് വിട്ട് സ്വന്തം തുടങ്ങണമെന്ന് ഉദ്ദേശം വെച്ചു. അങ്ങനെയാണ് അൽബസ്ര എന്നുള്ളൊരു അൽബസ്ര ഇലക്ട്രിക്കൽ എന്നുള്ള കമ്പനി ആദ്യമായിട്ട് 84 തുടങ്ങിയത്. അന്നത്തെ അൽബസ്രയാണ് ഇപ്പോഴുള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 15 വർഷത്തോളമായി ശരിക്കും ഞാൻ നിങ്ങളെ അറിയൽ തുടങ്ങിയിട്ട് അപ്പം കാണണം. അപ്പോൾ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പുതിയ ആളുകൾക്ക് ഈ കഥ കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ കപ്പലിൽ ഗൾഫിൽ പോയി ജോലിക്ക് പോയതൊക്കെ അന്ന് അതിൻ്റെ കൂടെ കുറേ പറഞ്ഞു. ഞാൻ ആ കമ്പനി 74 കയറിയ ശേഷം 75 കമ്പനിക്ക് ഇന്ന് ഗിയാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അബുദാബിയിൽ ഗിയാത്തിന് പട്ടണം ഗിയാത്തിൽ അബുദാബി ടൗണിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ ദൂരെ. അന്ന് എനിക്കവിടെ കമ്പനി 6 മാസം ഒരു കൊല്ലമായി. പിന്നെ അങ്ങോട്ട് ജോലിക്ക് അയച്ചു. ഒരു 75 ലാസ്റ്റ് ആയപ്പോഴേക്ക് അവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻചാർജായിട്ട്. അന്നവിടെ ചെന്ന സമയത്ത് അവിടെ ഒന്നുമില്ല, മരുഭൂമി മാത്രമല്ല, ഒന്നുമില്ല. അതിന് ഗിയാത്തിൻ്റെ സ്ഥലത്തിന് അന്നവിടെ സ്ഥലത്ത് പേര് ബൈനൂനാണ്. അന്ന് ആദ്യം അവിടെ വിളക്കത്ത് ഞാൻ അവിടെ ഒരു മുതലാളി പറയുമ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് 4 ഫ്ലഡ് ലൈറ്റ് കത്തിക്കണം, ഡ്രൈവർമാർക്ക് വഴി അറിയാനെന്ന് പറഞ്ഞിട്ട് ഒരു ജനറേറ്റർ വടിയിൽ വെച്ചിട്ട് ഈ മരുഭൂമിയിൽ ആ മരുഭൂമിയാണ് ഇന്നത്തെ ഗിയാത്തി. അന്ന് അങ്ങോട്ട് പോണത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവിടെ കമ്പനിക്ക് വലിയ 7 കൊല്ലത്തെ പ്രൊജക്ട് കമ്പനി കിട്ടിയ വലിയ പ്രൊജക്ട് കിട്ടി അവിടെ. അന്ന് ഇപ്പോഴുള്ള കാണുന്ന എല്ലാ ഗ്യാത്തിൽ കാണുന്ന പഴയ വീടുകൾ, പഴയ പാലസ്, വാട്ടർ ടാങ്ക്, ഹോസ്പിറ്റൽ, സ്കൂൾ, പവർ സ്റ്റേഷൻ ഒക്കെ ഞങ്ങൾ കമ്പനി ഉണ്ടാക്കിയാണ്. അൽബസ്ര അല്ല, അൽബസ്രത്തെ ഞാൻ കമ്പനിയിൽ ജോലി ചെയ്യണം. അന്ന് അൽബസ്ര ഇല്ലല്ലോ. അപ്പോൾ 74-84 ഇടയിലുള്ളത്. അന്നവിടെ അവിടെ ഞാൻ ജോലി ആദ്യം തുടങ്ങി പട്ടണക്കാർ ആ കമ്പനി ജോലി സമയത്ത് ഉണ്ടാക്കിയത്. ജോർഡനിൽ കുറേ പ്രൊജക്ട് ചെയ്തു, ഒരുപാട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ആ കമ്പനി. പിന്നെ 84 സ്വന്തം കമ്പനി തുടങ്ങി. 2 ആൾ വെച്ചാദ്യം തുടങ്ങിയത് അൽബസ്ര തുടങ്ങിയത്. അങ്ങനെ അൽഹംദുലില്ലാഹ് അൽബസ്ര ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുക കമ്പനികൾ വർക്ക് എടുക്കുക, സബ്ബായിട്ട് വർക്ക് എടുക്കുക, ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുക, തീർത്ത് കൊടുക്കുക. ഇപ്പോൾ നിലവിലിപ്പോൾ 7 കമ്പനിയിലുള്ളത്. ഇപ്പോൾ 6-7 കമ്പനി ഉണ്ട്. 7 കമ്പനി ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ നാട്ടിൽ ഇന്ത്യയിലുള്ള ഇപ്പോൾ സിൽവാനാണ്. സിൽവാൻ ഞാനവിടെ ഒരു 35 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 2011 മോനൊക്കെ വലുതായി, മക്കളൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ പിന്നെ റെസ്റ്റ് എടുക്കണം, റിട്ടയർഡ് ആവുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനും കുടുംബമൊക്കെ അവിടെ തന്നെ ആയിരുന്നു.
പെൺകുട്ടികൾ പഠിപ്പ് +2 ഒരാൾ 10th കഴിഞ്ഞ് ഒരാൾ +2 കഴിഞ്ഞപ്പോൾ അവൾ എൻട്രൻസ് എഴുതി കഴിഞ്ഞ നേരം ഇങ്ങോട്ട് പോകുന്നുണ്ടായിട്ട് പറഞ്ഞത് ഭാഗികമായി ഗൾഫ് നിർത്തിയെന്ന് പക്ഷേ വിസ ക്യാൻസൽ കമ്പനി ആരും പേരിൽ മാറ്റിയിട്ടൊന്നുണ്ടായിരുന്നില്ല. കമ്പനി മക്കൾ ഞാൻ ഇവിടുന്ന് സൂപ്പർവൈസ് ചെയ്യായിരുന്നല്ലോ, കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുറച്ച് നാൾ നാട്ടിലായിരുന്നു. പക്ഷേ നാട്ടിലായപ്പോൾ എന്തായി, 20-35 കൊല്ലം ഒരേ നൃത്തം ഗൾഫിൽ 1 man show ആയിട്ട് ജോലി ചെയ്ത സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ വലിയ പ്രയാസമാണ് പറ്റി എനിക്ക്. വെറുതെ ഇരിക്കാറ്, ഒരു ജോലിയില്ല, വെറുതെ ഇരിക്കാറ്. ആകെ അറിയുന്നൊരു ജോലി വസ്തു ജമാഅത്തിന് പോകും, തിരിച്ചു വരും, ഒരാളേക്കും പരിചയമില്ല, അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം മാത്രമേ ഉള്ളൂ കാണുന്നവരോട്, വേറൊന്നും അറിയും. അങ്ങനെ ഒരു കൊല്ലം വന്നിട്ടുണ്ടെന്ന് ഭയങ്കര ടെൻഷനായിട്ട് മെൻ്റലി ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയും പോവും, വീണ്ടും തിരിച്ചു വരും, ഫാമിലി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒറ്റക്ക്. അങ്ങനെ ഒരു 1-2 കൊല്ലം ഓടിയിരുന്നു. അതിനൊക്കെ പല ആൾക്കാരും പല പ്രപ്പോസലുകൾ വന്നിരുന്നു ബസ് നാട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അവർക്ക് പാലക്കാട് ഓരോ ബിൽഡിംഗുകാർക്ക് ഉണ്ടായിരുന്നു, പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിയ സമയത്ത്. നേരത്തെ അവിടെ നിന്ന് സമയത്ത് വാങ്ങി പാലക്കാട് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, എറണാകുളത്ത് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് വാടകക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് നാട്ടിൽ വന്നത്. പക്ഷേ നാട്ടിലൊരു ജോലിയില്ലാതെ നിൽക്കാൻ, 10-15 കൊല്ലം വരെ ജോലിയിട്ട് നാട്ടിലൊരു ജോലിയില്ലാതെ നിൽക്കാന്നുകൊണ്ട് വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ പല പ്രപ്പോസലും പല ആൾക്കാരും വന്നു. പക്ഷെ ഒക്കെ പഠിച്ചൊക്കെ നമ്മളെ അടുത്തുള്ള കാശ് വാങ്ങി വെക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം ആൾക്കാരുണ്ടായി എനിക്ക് തോന്നിയിരുന്നു. അതിന് പ്രോഫിറ്റ് ഇല്ലാത്തൊരു വിശ്വസത പറയുന്നത്. കാരണം അങ്ങനെയാണ് പിന്നെ ഈ സിൽവാൻ്റെ ഫൈസൽ എന്ന ഒരാളിൽ പരിചയപ്പെട്ടു. അങ്ങനെ അവരൊരു ഹോൾസെയിൽ ഡിവിഷനിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട്, അപ്പോൾ ഞാൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവരുടെ ഓഫീസ് തുറന്നു കൊടുക്കുക. എൻ്റെ സ്ഥലത്ത് ഇപ്പോൾ സിൽവാൻ്റെ സ്ഥലത്ത് ചെറിയ ഓഫീസ് തുടങ്ങുക, കഞ്ഞിപ്പുര, വീട്ടിൽ നിന്ന് പോയി ഇരിക്കുക, സംസാരിച്ചിരിക്കുക, ചില സമയം പാഴാക്കാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ദേശം. അല്ല അതിന് പ്രോഫിറ്റ് കിട്ടുന്നോ, ഇതിങ്ങനെ വളരണമെന്നോ എന്നൊരു ഉദ്ദേശം ഉണ്ടായില്ല. അന്ന് അവരൊരു ഹോൾസെയിൽ ഡിവിഷൻ അസർവ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചെയ്തിട്ട് ഹോൾസെയിൽ ആയിരുന്നു. അത് മുസ്തഫ പിള്ള കരീം ഒക്കെ, പിള്ള മാനേജർ കരീം, മുസ്തഫ ഒക്കെ അന്നത്തെ സെയിൽസ്മാൻമാർ. ഞാൻ ചിലപ്പോൾ ഓഫീസിൽ പോയിരിക്കും, ബില്ലടിച്ചു കൊടുക്കും. അത്ര എൻ്റെ വേണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കഞ്ഞിപ്പുര സ്വദേശി VP സൈദാലിക്കുട്ടി ഹാജി 50 വർഷമായി UAE-യിൽ സംരംഭകനായി ജീവിതം തുടങ്ങി. ഇന്ന് സ്വദേശത്തും വിദേശത്തും തന്റെ ബിസിനസ് ശൃംഖല വ്യാപിപ്പിച്ച സംരംഭകൻ. അൽബസ്ര ഇലക്ട്രോ മെക്കാനിക്കൽ UAE, അൽസംറ ഇലക്ട്രിക്കൽ UAE, ബെസ്റ്റ് പവർ ഇലക്ട്രിക്കൽ UAE, VP ട്രേഡിംഗ് UAE, അൾട്ടിമേറ്റ് സ്പാർക്ക് സൊല്യൂഷൻ സൗദി അറേബ്യ, സിൽവാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ത്യ. തന്റെ സംരംഭങ്ങളിലൂടെ ഒരുപാട് മനുഷ്യർക്ക് ജോലി ലഭിച്ചു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് VP സൈദാലിക്കുട്ടി ഹാജി. 2011 സിൽവാനില് 2015 ആയിരുന്നു തുടങ്ങിയത്. അന്ന് സിൽവാന്റെ ഒരു ഈ ഹോൾസെയിൽ ഡിവിഷനിൽ ഷെയർ ഹോൾഡറായിട്ട് പാർട്ണറായിട്ട് കഞ്ഞിപ്പുര ഉള്ളതാണ് ഇപ്പൊ മെയിനാണ്. മൊത്തം കേരളത്തിൽ ഇപ്പൊ കേരളത്തിൽ ടൈൽസ് ഡിവിഷനിൽ 10 ഉണ്ട്, പിന്നെ ലൈറ്റിനുണ്ട് 6 സിൽവാന് ഇപ്പൊ വിദേശത്ത് തുടങ്ങാൻ പോണ ദുബായിൽ ഈ മാസം, അടുത്ത മാസം ഉദ്ഘാടനമാണ്. റസൽ ഹോൾ സ്ഥലത്തെ ഷോറൂമിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ ഇൻഷാല്ലാഹ് ഉദ്ഘാടനം ചെയ്യും സിൽവാൻ ദുബായ്. നാളിപ്പോ നമ്മളെ പുതിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഹാജിയർ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാൾ ചോദിച്ചു, ഹാജിയറാണോ വണ്ടി ഓടിക്കണേന്ന്? ഡ്രൈവറൊന്നുമില്ല ചോദിച്ചാണ്. അപ്പോൾ വണ്ടികൾ ഓടിക്കുക എന്നുള്ളത് ഒന്നാമത് എന്തോ അറിയില്ല, എനിക്ക് അവിടെ നിന്ന് തന്നെ ഗൾഫിൽ നിന്ന് ഞാനാ വണ്ടി ഓടിക്കല്. എന്താ വെച്ചാൽ നമ്മൾ പൊതുവെ അങ്ങനെ ശീലമായതാണ്. നമ്മുടെ ഈ ബിസിനസ്സുകാരുമ്പോൾ കുറേ രഹസ്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ, പല ആർക്കും ഫോണിലൊക്കെ പല കാര്യങ്ങളുണ്ടാവുമല്ലോ ബിസിനസ്സിൽ. അപ്പോൾ സീക്രട്ട് ഡ്രൈവർമാർ വെച്ച് വണ്ടി വിട്ട് പുറത്തു പോകുന്നൊരു സംശയം അന്നൊക്കെ. ആദ്യം ഡ്രൈവർ ഉണ്ടായിരുന്നു എനിക്ക്, പിന്നെ ഞാൻ ഡ്രൈവറായി സ്വന്തം ഹോട്ടൽ തുടങ്ങിയത്. പിന്നെ ഞാൻ തന്നെ ദുബൈയിൽ പോയത്, ഇപ്പോഴും ഞാൻ തന്നെ വണ്ടി ഹോട്ടൽ. ഡ്രൈവിംഗ് നേരത്തെ 94 ലൈസൻസ് കിട്ടിയെന്ന് വിളിച്ച വണ്ടി ഞാനാ ഓട്ടം. 94 ലൈസൻസ് കിട്ടി. ഇന്ത്യ ലൈസൻസ് നാട്ടില് വണ്ടി ഓടിക്കൽ അടുത്തൊരു 10 കൊല്ലമായിട്ടുള്ള നാട്ടിൽ വണ്ടി ഓടാൻ പേടിയായിരുന്നു. അപ്പോ ഡ്രൈവിംഗ് സ്കൂളിൽ ലൈസൻസ് എടുത്തതോ? ഇവിടെ UAE ലൈസൻസ് വെച്ചിട്ട് മാറ്റി. അപ്പൊ നാട്ടില് ആദ്യമായിട്ട് വണ്ടി ഓടിച്ചത്? നാട്ടില് വണ്ടി ഓടിച്ചത് എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റിൽ. അപ്പോൾ വെന്നൂർ രാമരാജൻ, ഞാൻ ഉണ്ടാകും കൂടി എൻ്റെ അടുത്തുനിന്ന് ബോളേറെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ ഉണ്ടായിരുന്നു കൂടെ. ആദ്യമായിട്ട് ബാജർ എടുത്ത വണ്ടി ഏതായിരുന്നു? ആദ്യം ജീപ്പ് ഉണ്ടായിരുന്നു, പണ്ടത്തെ. പിന്നെ ഒരു ബോളേർ ഉണ്ട്, അതൊക്കെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ജീപ്പായിട്ട് വരും. അന്നൊക്കെ അത്യാവശ്യം ജീപ്പാണല്ലോ, ജീപ്പ് ഉണ്ടാവും. അപ്പോൾ ഡ്രൈവറെ വിളിക്കും. ഡ്രൈവർ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഇവിടെ പ്രൈവറ്റായിട്ട് ഓടും, ബാക്കിയുള്ള പൈസ നമുക്ക് തരും. അങ്ങനെയായിരുന്നു. പിന്നെ ആ ജീപ്പിൽ നിന്ന് ഒരുപാട് ഒരു ബൊളേറോ എടുത്തു ആദ്യമായിട്ട്. അതൊന്നും ഒരു മുമ്പാണ് 2000 ഉണ്ടായിരിക്കും, 2002 ആയിരുന്നു. ബൊളേറോ എടുത്തു.
2000 മുമ്പായിരിക്കും. അപ്പോൾ 2003 എനിക്ക് എൻ്റെ അടുത്ത് ബെൻസുണ്ട്, ഇവിടെ C ക്ലാസ് ഉണ്ട്. മകൻ്റെ കല്യാണമൊക്കെ സമയത്ത് 2004 മൂത്ത മകൻ്റെ ആദ്യത്തെ കല്യാണം. അന്ന് തന്നെ ഞങ്ങൾ കോഴിക്കോട് പോയി. കോഴിക്കോട് തിരിച്ചു വന്നു. അവനക്കൊന്നും അത്യാവശ്യമായിട്ട് വണ്ടി അവർക്ക് ആക്സിഡൻറ്റ് എന്തൊക്കെ ആയിട്ട് തിരിച്ചു വന്നു തന്നു. എൻ്റെ ഡ്രൈവറെ കൊണ്ടുപോകാതെ പോയിരുന്നത്. അപ്പോൾ എന്നോട് നീ എങ്ങനെയും പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനെടുത്ത് നാട്ടിൽ ലൈസൻസ് അവിടെ വണ്ടി ഓട്ടിട്ടുണ്ടെന്നല്ലാതെ നാട്ടിൽ ലൈസൻസ് ഒന്നുമില്ല. ഞാൻ രാമനാട്ട് എത്തിയപ്പോഴാണ് എനിക്ക് സംഭവിക്കുന്നത്. രാമനാട്ട് വണ്ടി എടുത്തിട്ട് നീ എങ്ങനെയും പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഓട്ടിട്ട് ബസ്സിന് പോരണോ അതോ ഡ്രൈവർ വിളിച്ചോ ഡ്രൈവർ നടത്തണമെങ്കിൽ ഒരു മണിക്കൂർ സമയം വേണ്ട, അത് ഞാൻ അവിടെ കാത്തിക്കണോ? ഞാൻ ഡ്രൈവർ ഇങ്ങനെ ഗൾഫിൽ വണ്ടി ഓട്ടി പരിചയമുണ്ടല്ലോ, സ്റ്റാർട്ടായിട്ട് പോകുന്നു. അന്ന് ഗൾഫിലൊക്കെ ഓട്ടോമാറ്റിക് മാത്രം ഒട്ടി പരിചയം കൂടുതലുള്ളൂ. മാനുവൽ ലൈസൻസ് എടുത്തെങ്കിലും കൂടുതലും അവിടെ എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കൂടെ എത്തിയാലേ അതുകൊണ്ട് പേടിയെടുത്തു. റോട്ടിൽ കയറാൻ വണ്ടി ഓട്ടണ്ടായിരുന്നു, പേടി. വിറ്റ് വണ്ടി റോട്ടിൽ ഇറക്കി. അങ്ങനെയാണ് ഫസ്റ്റ് വണ്ടി ഓടിക്കുന്നത്. വണ്ടികളിൽ ഇങ്ങനെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. വണ്ടികളൊക്കെ മാറാന്നൊരു ഇതുണ്ട്. ഇഷ്ടപ്പെട്ട വണ്ടി വണ്ടി അതൊക്കെ വണ്ടി ഇവിടെ വളരെ ശേഷം പിന്നെ സ്കോർപ്പിയോ എടുത്തു. പിന്നെ ആദ്യമായിട്ട് ഫോർച്യൂണർ എടുത്തു. പിന്നെ 2003 C ക്ലാസ് ബെൻസ് എടുത്തു. 2003 ബെൻസും ഫോർച്യൂണർ ഉണ്ടാകുന്ന സമയത്ത് അത് കൊടുത്തു. പിന്നെ ഒരു GLS എടുത്തു. GLS ഉണ്ടായിരുന്നു. അത് ചെറിയ കമ്പനിക്കായി കൊടുത്തു. അതിന് ശേഷമാണ് ഈ ബെൻസിന് പുതിയ താല്പര്യം. ഗൾഫിൽ പോകണം, ഞാൻ ബെൻസ് ഔട്ട്. ബെൻസിന് പുതിയ താല്പര്യമുണ്ട്. ഗൾഫിലപ്പോൾ ബെൻസാണുള്ളത്. ഇപ്പം ഇത് ഇതുണ്ട്, റേഞ്ച് റോവർ സ്പോർട്ട്. പിന്നെ ഇപ്പോൾ UAE-ലല്ലാതെ വേറെ സൗദിയിലുണ്ട്. സൗദിയിൽ ഹോൾസെയിൽ നമ്മൾ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ച് ഹോൾസെയിൽ ഡിവിഷൻ സൗദിയിലുണ്ട്. പിന്നെ വേറെ എവിടെ ഇല്ല. UAE-ലും സൗദിയിലും ഇന്ത്യയിലും. കുടുംബമൊക്കെ അജര വാപ്പ മക്കള്? വാപ്പ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ അനിയന്മാർ 2 പേരുണ്ട്. 5 പെങ്ങന്മാരുണ്ടായിരുന്നു. ഒരു പെങ്ങൾ മരിച്ചു. ബാക്കി 4 ഹയാത്തിലുണ്ട്. അനിയന്മാരൊക്കെ എൻ്റെ കൂടെ ഞാനെ കൊണ്ട് എല്ലാവരും ഇതാക്കിയത്. എല്ലാവരും എൻ്റെ അടുത്ത് സ്വന്തമായിട്ട് തുടങ്ങി നമ്മളത് ബിസിനസ് തന്നെ. അവരെല്ലാവരും ദുബായ് അബുദാബി UAE-ലുണ്ട്. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ അവരെല്ലാവരും ഉള്ളത്. കമ്പനിയിലെ അല്ല രണ്ടാം ഉണ്ടായിരുന്നു. ഞാൻ 2011 പോരാന്ന് എല്ലാവരും സെപ്പറേറ്റ് ആക്കി. പിന്നെ അവർ സ്വന്തമായി രണ്ടാളും ഫാമിലിയൊക്കെ അവിടെ. വാപ്പ എൻ്റെ വാപ്പ 96 മരിച്ചു. 96 ഉമ്മ 2010 മരിച്ചു. ഇന്ന് കമ്പനി ഡെസർട്ടിൽ 2075 ബിഗിനിൽ ഡെസർട്ടിലേക്ക് പറഞ്ഞു. കമ്പനി അവിടുത്തെ ഇലക്ട്രിക്കൽ വർക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന ബദാമുത്താവ് എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ സിറ്റി എന്താ പിന്നെ പോയിട്ടില്ല. അവിടെ 75 പോകണം. ഒരു പവർ സ്റ്റേഷന് പണിയായിരുന്നു കമ്പനി. ഞാൻ ഇലക്ട്രിക് വർക്ക് ഞാൻ നോക്കിയിരുന്നു. പിന്നെ വർക്കിടെ കൂടി എൻ്റെ പ്രൊജക്ട് മാനേജർ പറഞ്ഞു, നമ്മളെ കമ്പനിക്ക് ഗിയാത്തി എന്ന സ്ഥലത്ത് വലിയൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആ പ്രൊജക്റ്റ് കാണാൻ പോകണമെന്ന് പറഞ്ഞു. നിനക്ക് എന്നെ വണ്ടി കയറ്റിയിട്ട് റേഞ്ച് റോവർ, അന്നത്തെ വലിയ റേഞ്ച് റോവർ, 2 ഭാഗത്തും പെട്രോളിൻ്റെ എക്സ്ട്രാ ടാങ്ക്, 2 ക്യാന് സെറ്റ് ചെയ്ത് വലിയ വയർലെസ്സിൻ്റെ 2 ഭാഗത്ത് വലിയ 2 ഏരിയയിൽ വലിയ വയർലെസ്സിൻ്റെ സെറ്റപ്പ്. എന്നിട്ട് ഇതൊന്നും മൊബൈലൊന്നുമില്ലല്ലോ. ഇത് അറബിയോട് ചോദിച്ചു, ബദാമത്തോട് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചു. അറബി പറഞ്ഞ സ്ഥലം 40 കിലോമീറ്റർ റോസ് ചെയ്താൽ നേരെ പോയിക്കോ 40 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. കൂടെ പിന്നെ 40 കിലോമീറ്റർ പറഞ്ഞാൽ അരമണിക്കൂർ എത്തണ്ടേ. ഒരു കുറച്ചാണ്ട് പോയപ്പോൾ ആദ്യമൊക്കെ ഒരേ ടയറിന് അടയാളം കണ്ടിരുന്നു. പിന്നെ ടയറിന് അടയാളം ഒന്നുമില്ല. മുന്നേ വണ്ടി പോയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിയാൽ പോയിട്ട് കുറച്ച് പിന്നെ കാറ്റായിട്ട് ഒന്നും ഒരാളൊന്നും കാണാനില്ല. കുറേ വിട്ടു ഒരുപാട്. ഇപ്പോൾ കുറേ കുബൂസും ഈ ഇതൊക്കെ വെച്ചിരുന്നു വണ്ടിയിൽ. ഈ ജയ്ത്തൂങ്കായും കുബൂസും ഉണക്കറൊട്ടിയും ചീസും ഒക്കെ വെച്ച് തേച്ചിരുന്നാലും വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരേ ഉണക്കറൊട്ടിയും കുബൂസും കൊണ്ടില്ലായിരുന്നു. അത് തിന്നിട്ട് 2-3 മണിയായപ്പോൾ എവിടെ എത്തുന്നില്ല. 3 മണിക്കൂർ ഓടിയിട്ടും ഒരാൾ പെരുമാറ്റോ ഒരു മരമോ ഒരു ചെടിയോ ഒരു രാത്രിയല്ലേ പകല് ഒന്നും കിട്ടുന്നില്ല. 3 മണിക്കൂർ ഓടിയിട്ട് 9 മണിക്ക് ഇറങ്ങിയിട്ട് 3 മണിയായിട്ട് ഒന്നും കാണില്ല. അപ്പം എനിക്കും ഞങ്ങൾ പ്രൊജക്ട് മാനൊക്കെ ഭയം തുടങ്ങി. കാരണം മരുഭൂമിയിൽ പല ആൾക്കാരും ഇങ്ങനെ കുടുങ്ങി, കാറ്റടിച്ചു, മരുഭൂമിപ്പെട്ട് മണലിപ്പെട്ടു, പക്ഷേ പല കാര്യം കേൾക്കാറുണ്ടാക്കുന്നത്. അവനക്കും പേടി തുടങ്ങി. ആള് ഫലസ്തീനാണ്, വലിയ ജനലമേന ആള്, പക്ഷേ പേടി തുടങ്ങി. അവൻ ഓഫീസിലേക്ക് വരെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വഴി കിട്ടാതെ മരുവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഫോണിൽ ഓഫീസിൽ വിവരം കൊടുത്തു. രാത്രിയൊക്കെ ആവുകയാണെങ്കിൽ പോലീസ് ഹെലികോപ്റ്ററോടെ തിരഞ്ഞോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പിന്നോട് പറഞ്ഞ് ബൈനോക്കുലർ കണ്ട്. പിന്നോട് നീ ഒന്ന് ഇറങ്ങിയിട്ട് നോക്ക്, വണ്ടി ബോണറ്റും കൈയിട്ടൊക്കെ നോക്കുക പറഞ്ഞു. ഒന്നും കാണാനില്ല. ഒരു 4 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു അവിടെ എന്തോ ഒരു ഷെഡ് വരെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ 1 മണിക്കൂർ ഒരു 5 മണി 1 മണിക്കൂർ ഈ ഷെഡ് പോലെ കാണുമ്പോൾ 1 മണിക്കൂർ ഓടി മണലി താഴെ നോക്കും.
ഒരു എന്നോട് നോക്കാം ഞാൻ പറഞ്ഞു അവിടെ എന്തോ ഒരു ഷെഡ് ഉണ്ട്, അവിടെ മലയാളി ഉണ്ട്, ലുങ്കി എടുത്ത ആൾക്കാരുണ്ട് സാർ, ഞാൻ തുണി എടുത്ത ആളുകളുണ്ട്, ഹിന്ദിൻ്റെ അവിടെ വിട്ടോ പറഞ്ഞു. 5:30 അവിടെ എത്തിയത്. അതിന് നോക്കുമ്പോൾ അവിടെ നമ്മളെ കാണാൻ വന്നിറങ്ങാം. അവർക്ക് വലിയ അത്ഭുതം, വലിയ റേഞ്ചർ വണ്ടി എടുത്തിട്ട് ആരോ ഒരു മലയാളി മലയാളികളുണ്ട് അവിടെ. അത് മലയാളികളുണ്ട് അവിടെ. കോഴിക്കോട്ടെ ഒരു കുറിപ്പുണ്ടായിരുന്നു അവിടുത്തെ, അതൊരു ക്ലിനിക്കായിരുന്നു, ബൈനൂന ക്ലിനിക്. അവിടെ അറബി ആരും നമ്മൾ കണ്ടില്ല. അവർ പറഞ്ഞു, നമ്മൾ ചോദിച്ചു ഇവിടെ എന്തിനീ ക്ലിനിക്ക് വെച്ച് പറഞ്ഞു, അല്ല ഈ ഈ കുന്നിൻ്റെ അപ്പുറത്ത് അറബികൾക്ക് കുറേ അറബികൾ താമസമുണ്ട്, ബതുക്കൾ താമസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് നമ്മൾ ഗിയാത്തി എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഗിയാത്തി ഞങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലത്ത് പേര് ബൈനൂന എന്നാണ്, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അത് ക്ലിനിക്ക് ഡോക്ടർ അബ്ബാസ് മലയാളി തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന്. അതുപോലെ ഒരു കുറുപ്പ് ഒരു എനിക്കറിയില്ല, ഞാൻ ഒരുപാട് കൊണ്ടതല്ല. അതിൽ ഒരുത്തത് മറ്റേ ഒരു സാമൂഹിക ഒരു ജനറൽ ഓപ്പറേറ്റർ ആയിരുന്നു. വൈഫായിട്ട് മരുഭൂമിയുടെ പോയിട്ട് ഓനും വൈഫും മണലിനെ പറ്റി മരിച്ചുപോയി. വണ്ടി മണലെല്ലാം വന്നിട്ട് അങ്ങനെ അവരോട് ചോദിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു ഇവിടെ അറബികളോട് ചോദിച്ചു, അറബികളെ കാണാൻ പോയപ്പോൾ ചോദിച്ചു ഇവിടെ അശ്വാൻ എന്നൊരാളുണ്ടോ എന്ന് ചോദിച്ചു. അശ്വാൻ ഇവിടുത്തെ ഗവർണർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ കാണണ്ടെന്ന് പറഞ്ഞു. അശ്വാനെ പോയി കണ്ടു. അശ്വാനാണ് ഞങ്ങൾ ഈ പ്രൊജക്ടിൻ്റെ അന്നത്തെ അവിടുത്തെ ഗവർണർ അയാളായി, ഈ ഇപ്പോഴത്തെ ഗിയാത്തിലെ അന്നത്തെ ഗവർണർ അയാളാണ്. അപ്പോൾ അവനക്കറിയാം ഈ ബൈനു അവിടെ തന്നെ പ്രൊജക്ട് വരുന്നത് അവനക്കറിയാം. അവനെ കണ്ടു, തിരിച്ചു. അവിടെ പിന്നെ രാത്രി പിന്നെ അവൻ ഡ്രൈവർ ഇപ്പോൾ ഈ അറബിയുടെ ലാൻഡ് റോവർ ഉണ്ടാവും ഈ ബോഡി പിക്കപ്പ് പോകാനുള്ള അറബികളെ ബതുക്കൾ വിടുന്ന വണ്ടി. അതുകൊണ്ട് ഞങ്ങൾ അല്ലമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്തോട് നോക്കി, ഇപ്പോഴത്തെ സിലണ്ടൊക്കെ അടുത്തായിട്ട് സൗദി ബോർഡർ അവിടെ അതിൻ്റെ അങ്ങോട്ടാണ്. ഇപ്പോൾ പിന്നെ പറഞ്ഞ് നിങ്ങൾ വണ്ടി പോണ റോഡാണത്. റോഡില്ല, ഈ ഇന്നത്തെ ഇവിടുത്തെ മണ്ണ് കൂടി മണലില്ലാന്ന് മാത്രം, വണ്ടി താവില്ലാന്ന് മാത്രം. അങ്ങനെ ചാടിക്കളിച്ചു പോകുന്ന ഗ്യാച്ച് റോഡ് എന്ന് പറയുന്നത് ഓഫ് റോഡ് മണലല്ല. അങ്ങനെ ഞങ്ങൾ രാത്രി 11:30 ഞങ്ങൾ അബുദാബിലെത്തി. 10 വർഷം UAE നിന്നിട്ടാണ് പിന്നെ ബിസിനസ് തുടങ്ങുന്നത്. ബിസിനസ് തുടങ്ങിയിട്ടേ ബിസിനസ് നമുക്ക് പറ്റൂല നടക്കൂല എന്നൊക്കെ തോന്നിയ എന്തെങ്കിലും അവസരം ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ 96 കാലഘട്ടത്തിലൂടെ കുറേ മാന്തി കുറേ പൈസകൾ മില്യൺസ് ഒക്കെ ഒഴിവാക്കലും അതിനെ കുറിച്ച് സാമ്പത്തിക ബാധ്യതയൊന്നും കുറച്ച് ഡേറ്റ് ഉണ്ടായിരുന്നില്ലാതെ ബിസിനസ്സിനാണ് നിൽക്കുന്നുണ്ട്. പണ്ട് തന്നെ ഒരു ബിസിനസ് മൈൻഡ് ആളാണ്. അപ്പോൾ വാപ്പി അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടൊരു അപ്പോൾ ഭയങ്കര തേങ്ങച്ചവടം ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പത്തിലുള്ള ബിസിനസ് മൈൻഡ്. 10 ജോലി വെച്ച് കാശൊക്കെ വേണ്ടാവും ബിസിനസ് തുടങ്ങണമെങ്കിൽ. പാപ്പ അപ്പൊ ഒരു നാട്ടിലായിരുന്നു പറമ്പ് അങ്ങനത്തെ അല്ല തേങ്ങ കച്ചവടം പോയിട്ട് പാപ്പ പട്ടാള കേട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് കാലം എല്ലാം ഉണ്ടായിരുന്നു. പട്ടാളത്തുണ്ടായിരുന്നു കുറച്ച് കാലം. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ സിൽവാന്റെ ഇപ്പടുത്ത് ഞാൻ സിൽവാന്റെ ഒരു ഇത് കണ്ടിരുന്നു, കുറെ വീടുകൾക്ക്. പിന്നെ ഞങ്ങൾ സിൽവാൻ ചാരിറ്റി ഉണ്ട്. ഞങ്ങൾക്കൊരു സിൽവാൻ ചാരിറ്റി. അതിൽ കഴിഞ്ഞ വർഷം ഞങ്ങളിപ്പോൾ 650 സ്ക്വയർ ഫീറ്റ് വീടുള്ള 140 വീടുകൾക്ക് എല്ലാ ജില്ലയിലുള്ള 30 ആളുകൾക്ക് വെച്ചിട്ട് ടൈൽ കൊടുത്തു. വീട്ടിലെ ഫുൾ ടൈൽ എല്ലാ അയൽമതം നോക്കിയിട്ടില്ല. നിങ്ങളെ വീടുകളുണ്ടാവും. കൂടുതൽ അന്യമസ്ല കൂടുതലുണ്ടായിരുന്നു. കാസർഗോഡ് തിരുവനന്തപുരത്ത് ആൾക്കാർക്ക് ഓരോ ജില്ലയിൽ 10 വീട് സെലക്ട് ചെയ്തു. 650 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾക്ക് ആളുകളെ 3 ആളെ ഒരാളെ ഒരു വിങ്ങനെ ഉണ്ടാക്കി അവർ പോയിട്ട് സെർച്ച് നടത്തി കണ്ടുപിടിച്ചു. ഒരു 2 ദിവസം കൊണ്ട് 2 ആഴ്ച കൊണ്ട് 5000 മേലെ അപ്ലിക്കേഷൻ കിട്ടി. 5000 മേലെ 650 ആളുകളുടെ ഇങ്ങനെ 650 ആൾ ഇത് വേണം. അതിൽ 650 പലരും 800 700 650 എഴുതി. അതൊക്കെ 650 മാത്രമേ കൊടുത്തുള്ളൂ. എല്ലാത്തിനും ആൾക്ക് കൊടുത്തു. ഫുൾ ഫ്രീ സൈറ്റിലെത്തിച്ചു. എല്ലാവരും വണ്ടി ഒന്ന് കൊടുത്തു. അവർ വണ്ടി കൊണ്ട് അവിടെ നിന്ന് കയറ്റി കൊടുത്തു, ബില്ലടിച്ചു കൊടുത്തു. ഫുൾ ബ്രാൻഡ് ന്യൂസ് അല്ല. അവിടെ ഡെഡ്സോക്കോ ആൾക്കാർ ഡെഡ്സോക്കും ബ്രാൻഡ് ബ്രാൻഡ് അതിനുവേണ്ടി മാത്രം കൊണ്ടുവന്ന് ഫ്രഷ് സാധനം. ഇപ്പോ ഒരുപാട് കുടുംബങ്ങളുടെ ഒരു ജീവിത സിൽവാൻ ഒരുപാട് സിനിമ 400 ജോലി ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാഞ്ചുകളും. അതിൽ കൂടുതലും നോർത്ത് ഇന്ത്യക്കാർ 19 ആളേ ഉള്ളൂ. ബാക്കി മലയാളീസ് തന്നെയാണ്. ഇനിയും ആളുകളെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ആളുകളെ ഇന്നും ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഞങ്ങൾ തന്നെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ട്. കാരണം ഇപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം MB ആണ്. മറ്റേ ആരും എന്തോ അറിയില്ല, ആരും പ്രൊഫഷണൽ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞങ്ങളിനിപ്പോൾ ഒരു കോഴ്സ് തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ട് ജോലിക്ക് ഇറക്കാന്നുള്ള ആളുകളെ എടുത്തിട്ട് കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട്. ഇപ്പം അവിടുത്തെ BTech പാസ്സായാലും MBA കഴിഞ്ഞാൽ BTech പ്ലസ് MBA ഉള്ള ആൾക്കാർ ഇന്ന് ട്രെയിനിങ് നടത്തുന്നുണ്ട്. BTech പാസ്സായിരിക്കും MBA കഴിഞ്ഞപ്പോൾ ജോലി കിട്ടാതെ നടക്കണത്. ECയിലൊക്കെ ഇലക്ട്രിക്കലിലൊക്കെ പാസ്സായ ആൾക്കാർ ജോലി കിട്ടാതെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരെ പോരാ, ജോലി കിട്ടാത്തതുകൊണ്ട്. അങ്ങനത്തെ ആളുകളെ എടുത്തിട്ട് ട്രെയിനിങ് കൊടുത്ത് നമ്മൾ
സിൽവാനിൽ തന്നെ ആക്കണം. ഫസ്റ്റ് ടൈം ജോബ് കൊടുക്കും. പിന്നെ ചാരിറ്റി ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കുറേ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു സ്ഥലം ഇതുവരെ കൊടുക്കാനുള്ള പ്ലാൻ, കുറച്ച് ആൾക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ട്, കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് സിൽവാന്റെ സിൽവാൻ്റെ കീഴിൽ. അതിൻ്റെ ആ സ്ഥലത്തുള്ള റോഡിന് ചില പ്രശ്നങ്ങൾ കൊടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് സ്ഥലമൊക്കെ വർഷം ഉള്ളതാണോ? അങ്ങനെയല്ല, അങ്ങനെ വർഷം അടുത്ത വർഷം ഈ വർഷം ടൈൽസ് കൊടുക്കുക എങ്ങനെ തീരുമാനിച്ചില്ല. ഈ വർഷം ഇതൊക്കെ ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ, തീരുമാനിച്ചില്ല ചാരിറ്റി. ഇപ്പൊ ഈ ചാരിറ്റി ഇപ്പൊ സിൽവാന്റെ ഇതിൽ കൊടുക്കാണ് ഇപ്പൊ ഈ ടൈൽസും 650 സ്ക്വയർ ഫീറ്റ്. കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ അനൗൺസ് ചെയ്യും, ഇപ്പോൾ നോമ്പ് ലാസ്റ്റ് അനൗൺസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം 160 കൊടുത്ത് ഈ വർഷം കൂടി 200 ആൾക്കാർ കൊടുക്കണം എന്നാണ്. ഈ വർഷം കൂടി 200 ആൾക്കാർക്ക് കൊടുക്കണം. അതല്ലാതെ പേഴ്സണലായിട്ട് ഇപ്പൊ പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാർ വീട്ടിലേക്ക് കൊടുത്തു. മറ്റേ അനാഥരാളുള്ള ആൾക്കാർക്കും കുറച്ച് ആൾക്കാർ വീട്ടിലേക്ക് കൊടുത്തു. ഇപ്പൊ 2 വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേഴ്സണലാണ്. അപ്പൊ ഞാൻ താല്പര്യം ഉണ്ടാവില്ല, എന്നാലും ഞാൻ കൂടുതൽ ചോദിച്ചു എന്നുള്ളൂ. സിൽവാന്റെ വേറെ പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെയുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിലിപ്പോ ആജിയുടെ കുടുംബം ഇപ്പൊ മക്കള്, എനിക്ക് 4 മക്കളാണ്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. എല്ലാരും കല്യാണം കഴിച്ചു. എല്ലാരും ഇപ്പൊ മക്കളൊക്കെ ഇപ്പൊ മക്കളെല്ലാരും എന്റെ കൂടെ ബിസിനസ്സുകാരനായതുകൊണ്ട് മക്കളും എല്ലാരും എന്റെ കൂടെ തന്നെയുള്ള മക്കളെല്ലാം ബിസിനസ്സുകൾ. ഇവിടെ മൂത്ത മോനാണ് ഇപ്പൊ ഇവിടെ നോക്കുന്നത്, സിൽവാൻ. അവനവിടെ ദുബായിലവിടെ നോക്കിയിരുന്നത്. ഫൈനാൻസും മാർക്കറ്റിങ്ങും ഫൈനാൻസും MBA കഴിഞ്ഞാൽ അവനാണ് ഇപ്പോൾ അവനവിടുന്ന് കൊണ്ട് അവനാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ ഓൾ ഓവർ കൺട്രോൾ മുസ്തഫി അവനാണ് നോക്കുന്നത്. അതിപ്പോ പാപ്പ ബിസിനസ്സുകാരനായതുകൊണ്ട് മക്കളും എല്ലാവരും ബിസിനസ്സിലേക്കാണ്, എല്ലാവരും ബിസിനസ്സിലുള്ള സ്വന്തം താല്പര്യത്തിൽ വന്നതിന് ചിലപ്പോ. രണ്ടാമത് പോകാൻ ഇലക്ട്രിക്കൽ എഞ്ചിനാണ്. എന്റെ ഫീൽഡ് പവനാണ് അവിടെ നോക്കുന്നത്, ദുബായില്. ദുബായ് അബുദാബി പവനാണ് കൺട്രോൾ ചെയ്യുന്നത്. ആജിയുടെ വീട് ഇപ്പൊ കഞ്ഞിപ്പുരയാണ്. എന്തായാലും കുറെ വിശേഷങ്ങൾ പുറത്തിറങ്ങിയിട്ട് 84 പഴയ വീടായിരുന്നത്. അപ്പൊ ഒന്നിപ്പോ കഴിഞ്ഞ 2 വർഷം ഒന്ന് പൊളിച്ച് പുതിയ വീടാക്കിയത്. 84 പഴയ വീടായിരുന്നു. ഇതിന് മുന്നത്തെ ഇവിടെ 54 ഉണ്ടാക്കി വീടായിരുന്നു. ഇപ്പൊ 2 വർഷം മുന്നേ പൊളിച്ച് പുതിയ ഉണ്ടാക്കിയത്. ഇത് മാത്രല്ല, ബിസിനസ്സുകാർ എന്നുള്ളതിലപ്പുറം ഫുൾ കൃഷിയാണ് ആചാര്യ വീടിന്റെ പുറത്തുള്ളത്. അത് വൈഫിന്റെ അപ്പൊ എന്തായാലും പുറത്തിറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഒരു ബിസിനസ്സുകാരനാകുമ്പോ വീടിന്റെ അകത്തും കുറെ ബിൽഡിംഗ് കുറെ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനത്തെ ലിഫ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മള് കാൽമുട്ടൊക്കെ മേലെ കയറാൻ വേണ്ടിട്ട് ലിഫ്റ്റ് വെച്ചാണ്. പിന്നെ അല്ല, അപ്പൊ ഈ സിൽവാൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇല്ലേ? ഉണ്ട്, മാർബിൾ ഉണ്ട്, ഇലക്ട്രിക് എല്ലാ സാധനം ഉണ്ട്. പിന്നെ ലൈറ്റ്, സ്റ്റീല്, സിമെന്റ് ഒക്കെ എല്ലാം ഉണ്ട്. സിൽവാനിലുള്ള ലൈറ്റുകളൊക്കെ ഇവിടെ എല്ലാം ജിഫക്സ് ഞങ്ങളുടെ ബ്രാൻഡാണ്. ജിഫക്സ് ഞങ്ങളുടെ ഓൺ ബ്രാൻഡാണ്. അതിനാണ് ദുബായിലുള്ള സാധനം. അതിനെല്ലാം കംപ്ലീറ്റ് ജിഫക്സിന്റെ ബ്രാൻഡാണ് ഹോൾസെയിലിക്കുന്നത്. ദുബായിൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ജിഫക്സ് എല്ലാ ലൈറ്റും ജിഫക്സ് ആണ്. ഇവിടെ ഇലക്ട്രിക് ലൈറ്റ് മാത്രമേ ഉള്ളൂ ജിഫക്സിന്റെ. മറ്റേ ദുബായ് എല്ലാ അക്സസറീസും ലൈറ്റ് ഉണ്ട്. ജിഫക്സ് ആണ്. ജിഫക്സിന്റെ എല്ലാ അക്സസറീസും, എല്ലാ ഇലക്ട്രിക്കൽ അക്സസറീസും ഓൾ ഓവർ ഒരു ഇവിടെ വേറെ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ഗ്ലാസ് ഉണ്ട്. അതൊരു പ്രത്യേകത ഉള്ള ഗ്ലാസ് ആണ് കേട്ടോ ഈ ഗ്ലാസ്. അപ്പൊ അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണും ചെയ്യാം. ഭക്ഷണം സമയത്ത് റിമോട്ട് അടിച്ച് ഓഫ് ആക്കാം. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന ഫ്രൂട്ടാണ്. ഇത് കുറെ മരങ്ങളുടെ ഇവിടെ ഇതിന്റെ അവിടെ ഉണ്ടല്ലോ കുറെ ഉണ്ട്. ഇത് ഒരു പഴം തിന്നിട്ട് 2 മണി തിന്നുമ്പോൾ ചെറിയ മധുരം ഉണ്ടാവുള്ളത്. 2 മണിക്കൂർ വരെ നിങ്ങൾക്ക് എന്ത് പുളി തിന്നാലും മധുരമായിരിക്കും. അതിന്റെ പ്രത്യേകത എന്ത് പോക്കലിട്ടോളി എന്ത് പുളിയുള്ള മാങ്ങ തിന്നാലും മധുരമായിരിക്കും. 2 മണിക്കൂർ തന്നെ. ഇതിന് എല്ലായിടത്തും പേര് പറയാം മിറാക്കിൾ. അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങി. അപ്പോൾ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലും കുറച്ച് സമയം നമുക്ക് അനുവദിച്ചതിൽ ആചാര്യോട് ഒരുപാട് നന്ദി പറയാണ്. 40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ ബിസിനസ് രംഗത്തെ. അപ്പോൾ ഇപ്പോൾ കുറേ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം, ബിസിനസ്സുകൾ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ പുതിയ ആളുകളോട് ഈ ബിസിനസ് രംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്താണ് ഒരു ചെറിയൊരു അഭിപ്രായ നിർദ്ദേശം എന്തെങ്കിലുമൊക്കെ ആചാര്യക്ക് പറയാനുണ്ടാവുമല്ലോ? പറയാൻ പലതുണ്ട്. പക്ഷേ നമ്മൾ ഗൾഫ് തുടങ്ങിയ നമുക്ക് ആരും തന്നെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റഡി നടത്തിയിട്ടോ അവർ പറഞ്ഞാരും ഉണ്ടായിരുന്നു നടത്തിയിട്ടുമില്ല. അതെ, മുന്നുള്ളൊരു അനുഭവമൊന്നുമില്ല, ആരുമില്ല, അത് പറഞ്ഞ ആരുമില്ല. അങ്ങനെ തുടങ്ങിയത് അത് അൽഹംദുലില്ലാ. ഇന്ന് പോയിട്ട് ആരെങ്കിലും പറയുമ്പോഴേക്കും ഇന്ന് ചാടാതെ ഇന്ന് പൈസ കൊടുത്താൽ അത് ലാഭം ഉണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ അത് എവിടെ കൊടുക്കുമ്പോൾ അതിന് ശരിക്കും പഠിച്ചിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അറിയുന്ന ആൾക്കൊന്ന് അന്വേഷിച്ച് അഭിപ്രായം ആരെയും ചെയ്യണമെന്ന് അഭിപ്രായക്കാരനാണ്. ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു അഭിപ്രായം ഇപ്പോൾ അത് തന്നെയാണ്.
നമ്മൾ കുറേ കാലത്തെ പൈസ ആണല്ലോ. അതെ, അപ്പോൾ അതെവിടെ കൊണ്ടുപോയി അത് പലരും കൊണ്ടുവന്ന് പലരും അങ്ങനെ ചെയ്തിട്ട് ഒന്നുമല്ലാത്ത ആൾക്കാർക്ക് എനിക്കറിയാം. പലരും വാക്കിട്ട് പലരും തുടങ്ങും. ആദ്യം ഒരു 5-6 മാസം ഉഷാറാവും. പിന്നെ കുറേ പാർട്ട്ണർമാരും കൂട്ടി കുറേ ചെയ്യും. നമ്മൾ ഓരോ ബിസിനസ് പോയി 100 പാർട്ട്ണർമാർ, 100 ആൾക്കാർ പൈസ 30 ലക്ഷം രൂപ, അങ്ങനെ കുറേ ബിസിനസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും എവിടെയും എത്തൂല എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ അൽഹംദുലില്ലാ ഞങ്ങൾ ഈ സിൽവാൻ ബിസിനസ് ഞാനും മുസ്തഫാന് ശേഷം ഫൈസലും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാൾ 2 കുടുംബം, 2 കുടുംബങ്ങളിലൊരു ബിസിനസ്സാണ് ഇപ്പോൾ സിൽവാൻ. വേറെ ആരുമില്ല. സിൽവാൻ്റെ ഫസ്റ്റ് ഷോപ്പുള്ളത് പുത്തനത്താണിയല്ലേ? ഫസ്റ്റ് പുത്തനത്താണിയാണ്. അത് ഒരു 10-16 കൊല്ലം മുമ്പ്. അപ്പം എന്തായാലും കുറേ നേരം 3 മണിക്കൂറോളം ഹാജി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ പുതിയ കാലത്ത് ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഹാജിയിൽ പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഇതിൽ ഒരുപാട് സമയം ചിലവഴിച്ചാൽ ഹാജിയിൽ ഒരുപാട് നന്ദി പറയണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ ഒരുപാട് സന്തോഷം. ഇനി മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.